ഇന്ന് എൻ്റെ ഉമ്മാരുടെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേക്ക് മേടിക്കാൻ പോയിട്ടുണ്ട്. കേക്ക് മേടിച്ചു. അത് കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കേക്കും സാധനങ്ങളുമായിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് സർപ്രൈസാണ്. ഉമ്മക്ക് അറിയില്ല എന്നിങ്ങനെ ഒരു പരിപാടിയുള്ള കാര്യം. ആൾ ശരിക്കും ഞെട്ടിയിട്ടുണ്ട് കേക്ക് കണ്ടപ്പോഴത്തേക്ക്. ഉമ്മമാരെപ്പോഴും മക്കളെ ബർത്ത്ഡേ ഓർത്ത് വെച്ചിട്ട് അവർക്ക് വിഷ് ചെയ്യും, കേക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ സ്വന്തം ബർത്ത്ഡേ ഓർത്ത് വയ്ക്കാറില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. ഉമ്മക്ക് അറിയില്ല എന്നൊന്നും ഉമ്മാരെ ബർത്ത്ഡേ ആണെന്നുള്ള തിരക്കുകൾക്കിടയിൽ ഉമ്മാതെ മറന്നുപോയതാണ് കേട്ടോ. പക്ഷെ നമുക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ പീസ് കേക്ക് വാപ്പുമ്മ കൊടുത്തിട്ട് തന്നെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വായം തുറന്ന് ചെന്നുകൊണ്ട് എനിക്ക് തന്നെ അടുത്ത പീസ് കേക്ക് വെച്ച് തന്നു. അതിൽ നിന്നൊരു പീസ് ഞാൻ ഉമ്മാക്ക് തിരിച്ചും വെച്ച് കൊടുത്ത്. അപ്പോൾ അനിയനും വന്നു, അവനും ഒരു പീസ് കേക്ക് കൊടുത്തായിരുന്നു. നമ്മൾ കേക്കിൽ മാത്രം നിർത്തിയില്ല കേട്ടോ, ഒരു ഡയറി മിൽക്കും കൂടെ മേടിച്ചുകൊണ്ട് വന്നു. സ്വാഭാവികമായിട്ടും ടിപ്പിക്കൽ ഇന്ത്യൻ അമ്മ ചോദിക്കുന്ന കയ്യിലെ കാശ് മൊത്തം കളഞ്ഞല്ലേ എന്നുള്ളൊരു ചോദ്യത്തോടുകൂടി ഉമ്മ അത് മേടിച്ച്. ഷുഗർ കട്ടായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീസ് കേക്ക് കൊടുത്തുകൊണ്ട് ഞാൻ മഴയത്തോട്ട് പോയിരുന്നു. മഴയും കഴിഞ്ഞ് ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയായിരുന്നു. വൈകിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ട് ബർത്ത്ഡേ ഞങ്ങൾ ഗ്രാൻഡായിട്ട് ഇന്ന് ആഘോഷിച്ചു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ഒരു ഷോപ്പിങ്ങിന് പോയി. കുറച്ച് ഡ്രസ്സൊക്കെ അമ്മക്ക് മേടിച്ചു കൊടുത്തായിരുന്നു. അതോടുകൂടി നമ്മൾ ഈ ബർത്ത്ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.